ഗായ്സ് നമ്മൾ ഓണത്തിന്റെ ലീവ്. അപ്പൊ ഇതാണ് നമ്മളെ ബാഗ് പാക്കിംഗ് കഴിഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും കുലസ്ചാലേക്ക് സ്വാഗതം പറയാറുണ്ട്. പറഞ്ഞ എല്ലാവരും പറഞ്ഞു പിന്നെ നമ്മള് കൊറേ 4 ലക്ഷം നമ്മള് ബ്ലോഗായിട്ട് വന്നിട്ടുള്ള കൊറേ ആയി വീഡിയോസ് ഇടാത്ത. എല്ലാരും വന്ന് കക്ക് പേടിച്ചോടിയാ എന്താ വീഡിയോസ് ഇടാത്ത അങ്ങനെല്ലാം ചോദിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മള് ഒരു യാത്ര പോവാണ്. ആ ബ്ലോഗ് ആയത് യാത്ര ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം വീഡിയോസ് ഉണ്ടാവും. നമ്മളെവിടെ പോകുന്നത് റിൻഷ? അപ്പൊ റിൻഷ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ദുബൈക്ക് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, മുമ്പുട്ടിയിട്ടുണ്ട്. മുമ്പുട്ടി ഷോപ്സിലോട്ട് ദുബൈക്ക് പോകാൻ വേണ്ടിക്കുന്ന ഷിപ്പെല്ലാം പോകുന്നത്. നമ്മൾ വൈകുന്നേരം പോകുന്നത്. അപ്പൊ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ്. അപ്പൊ ഇന്ന് നമ്മള് റിൻഷാന്റെ ഒരൊറ്റ വാശിപ്പുറത്താണ് നമ്മൾ ദുബൈ പോകുന്നത്. കാരണം ഇത് നമ്മളെ വാച്ചട്ടി വലുതായിട്ട് വാച്ചട്ടി ഇപ്പൊ വലിയ കുട്ടിയായി ഭയങ്കര വാശിയാണ്, ദേഷ്യാണ്, ഷുള്ള മുടിയാണ്. പേലിമാണിന്റെ അനിയത്തിന്ന് ഞാൻ വിളിക്കല്. പേലിമാണിന്റെ ഒരു കൊച്ചു കുറുമ്പി അല്ലേ അല്ലേ? അപ്പൊ നമ്മള് ഇൻഷാല്ലാ നമ്മളൊരു യാത്ര പോവാണ് ഗായ്സ്. നമ്മൾ ഓണത്തിന്റെ നെയ്ച്ചാന്റെ അടുത്തേക്ക് പോവാൻ ഇന്നാന്ന് പോലെ. ഇന്ന് രാത്രി 9:30 മണിക്ക് മംഗളായിരുന്ന ഫ്ലൈറ്റ്. ഇപ്പൊ വീഡിയോ എപ്പോഴാ പോസ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ല. നമ്മള് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ തന്നെ എഡിറ്റിംഗ് എല്ലാം ആക്കും. ഘട്ടമായിട്ട് നമ്മൾ കുറേ ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നില്ല, കുറച്ചായിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. കാരണം അവിടുത്തെ വിശേഷങ്ങളും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എല്ലാവരും പറഞ്ഞ് തക്കൊണ്ട് എനിക്ക് എങ്ങനെയാ മനസ്സ് വന്ന മക്കളെ കൂട്ടാണ്ട് പോകാനെന്നൊക്കെ സ്പീഡ് കൂടുന്നുണ്ടല്ലേ എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ റിൻഷാൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് വിടാം. റിൻഷ ഒരു വർഷം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്, ദുബായി പോയിട്ടില്ല എന്നിട്ട് കരഞ്ഞ വീഡിയോ. അപ്പോൾ റിൻഷാനെ കൊണ്ട് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം പോകുന്നെങ്കിൽ എല്ലാവരും കൊണ്ട് പോകണമെന്ന്. ഒരാളായിട്ട് എന്നെ കൊണ്ട് പോകുന്നില്ല. നേരെ ഇരിക്കും റിൻഷ, എന്താന്ന് റിൻഷ. അപ്പോൾ കൊണ്ടുപോകുന്നെങ്കിൽ എല്ലാവരും കൊണ്ടുപോകണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ആഗ്രഹിച്ച് അൽഹംദുലില്ലാ ആഗ്രഹം ആവട്ടെ. കാരണം അവിടെ എത്തിയെന്ന് പറയാൻ പറ്റും. മനുഷ്യന്മാരുടെ അവസ്ഥയിൽ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. പിന്നെ കുട്ടികൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ട് പോവാൻ യാത്ര ഒന്നും നടക്കൂല. കാരണം പ്രശ്നങ്ങൾ മനുഷ്യന്മാർക്ക് എന്തായാലും ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പം മക്കളെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാം. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കളെ ആഗ്രഹം, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ദുബായി പോകണം. എല്ലാവരും ആഗ്രഹമായിരുന്നു ദുബായി പോകണം. നെറ്റിച്ചാക്കും വലുതാണ് 6 പേരും എന്നെയും കൊണ്ടുപോകണം. പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ നമുക്കറിയാലോ. എല്ലാവരും കൊണ്ടുപോകണമെങ്കിൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അപ്പം ഇപ്പൊ അൽഹംദുലില്ലാ എല്ലാം കൂടി ഒത്ത് വന്ന്. അപ്പൊ ഇന്നൊരു 10 ദിവസം ലീവ് ഉണ്ട്. ഒരു 10 ദിവസം നിൽക്കണം, 10 ദിവസം 20 ദിവസം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. ഇവര് 20 ദിവസമാണ് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ ബാഗെല്ലാം കാണിച്ചു. ഇതാണ് നമ്മളെ ബാഗ് പാക്കിംഗ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരു ബാഗ്, അതൊരു ബാഗ്. ഇത് നമ്മളെ കയ്യിൽ പിടിക്കുന്ന ബാഗാണ്. ബാഗ് ഓപ്പണിങ് ആർന്ന് കാണിച്ചു തരാം. പിന്നെ പാക്കിംഗ് ആക്കുന്നതിൽ നമ്മൾ കുറേ ദിവസം നമുക്കറിയാലോ മെല്ലെ എടുത്തുവെച്ച് ബാഗിന്റെ മുകളിൽ ഇരിക്കല്ലേ റിൻഷ? അപ്പോൾ അതൊരു ബാഗ്. പിള്ളേരുള്ളത് കൊണ്ട് നമുക്ക് ഡ്രസ്സ് അത്യാവശ്യം നമ്മൾ കൊണ്ടുപോകാതിരിക്കാൻ പറ്റൂല. ഉമേഷ ഷോക്സിലിട്ട് റെഡി ആകുന്നുണ്ട്. അതൊന്നും നല്ല ഇടുന്ന ഡ്രസ്സ് വേറെ ഇടുന്നുണ്ട്. പിന്നെ വീട് മാറിയതിന് ശേഷം നമ്മൾ ഒരേ ബ്ലോഗ് ഇട്ടിട്ടാന്ന് എല്ലാവർക്കും പരാതിയുണ്ട്. അപ്പോൾ ഇതാ കാർബണിൻ്റെ പെട്ടി. ഇതിപ്പോൾ ഞാൻ ഇതെല്ലാം നമ്മൾ അവിടെ എത്തിയിട്ട് നെജിച്ചാൻ്റെ മുമ്പ് ഓപ്പണാക്കി കാണിച്ചു കേട്ടാ. അതല്ല ഫസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ രാജകുമാരി ഉണ്ടായിരുന്നു. മോള് ലിപ്സ്റ്റിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നു പറയുമ്പോൾ തന്നെ വേഗം പോയിട്ട് മേക്കപ്പ് ഇട്ട്. നിങ്ങളൊരു വല്ലാത്ത കഴിവല്ല കേട്ടാ. ചത്ത് കിടക്കുമ്പോ ചമല് ഇങ്ങടെ പോന്നേ. അല്ലാ നമുക്ക് ഗൾഫിൽ 10 ദിവസത്തേക്കാ പോകുന്ന ഉമ്മാന്റെ ബേജാറുണ്ടെങ്കിൽ ഞാൻ ഒരു കൊല്ലത്തേക്ക് ഓരോ ഞാൻ 20 ദിവസം 30 ദിവസം വേറെ നിൽക്കുന്ന ഞമ്മാണ്. എങ്ങനെ എന്താ 2 വാക്ക് പറയും. എന്താന്ന് ബ്ലോഗ് ഇടാത്തതിന്റെ വിഷമമുണ്ടോ? പിന്നെ അതിൽ ബ്ലോഗ് ഉമ്മ കാരണട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നു. പറഞ്ഞു ഉമ്മ പറഞ്ഞ അവിടുത്തെ കാഴ്ചകളും നിങ്ങൾ പോകുന്ന കാഴ്ചകളും നിന്റെ കഷ്ടപ്പാടെല്ലാം കാണണമെങ്കിൽ വീഡിയോ കാണണം. അപ്പൊ ഞാൻ പ്രോഗ്രാമിൽ പോയിട്ട് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത്. എന്താ തക്കു വീഡിയോ ഇടാത്തേ, എന്താ ബ്ലോഗ് ഇടാത്തേ? ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ തക്കൂലി കാണുന്നെന്ന് ചോദിച്ചു. തക്കൂലല്ലേ മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടണേ. തക്കു അനാവശ്യമായിട്ട് ചെയ്യുന്നില്ലല്ലോ. തക്കുവിന്റെ മക്കളെ കാര്യങ്ങളൊക്കെ എന്നെ കാണിക്കുമ്പോൾ ഞാനൊരു പരിപാടിക്ക് വരാൻ എന്നോട് എനിക്ക് അങ്ങനെ 2 ഉള്ളൂ സീതാത്ത എന്നെ കൊണ്ട് പറ്റുന്നില്ല 2 എണ്ണത്തിനും ഇത് ചെയ്യാൻ. ഇത് എങ്ങനെ തക്കുമോള് ചെയ്യുന്നത്? ഞാൻ പറയും നിങ്ങൾ കണ്ട് പഠിക്കത്. കാരണം മോട്ടിവേഷൻ ഉമ്മാക്ക് ഒരു മകൾ കൊടുക്കുന്ന മോട്ടിവേഷൻ. അപ്പൊ ഇതെല്ലാം ഇത് ലൈറ്റ് ഇട്ടമ്മ. ഇത് നമ്മൾ ലൈറ്റ് ഇട് പെട്ടി കാണിച്ചു കൊടുക്കാല്ലേ. പെട്ടി ഒന്ന് കെട്ടിപ്പോയി. അപ്പൊ അത് ഞാൻ ആടെ എത്തി കാണിച്ച കാര്യമായിട്ടൊന്നും കിട്ടുന്നത് എന്തുകൊണ്ട് പോകാനും. അപ്പൊ ഇതിനുള്ളിൽ നമ്മൾ എവിടെ പോകുമ്പോൾ പമ്പസ് നമുക്ക് കൂടപ്പിറപ്പാണ്. അപ്പൊ ഇതുപോലത്തെ 2 പാക്ക് വാങ്ങിന്. 10 ദിവസത്തേക്ക് ആണെങ്കിലും പമ്പസ് ഇല്ലാതെ ഒരു കളിയില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ, ഇതിൻ്റെ അകത്ത് ഫുൾ ബേക്കറി ഐറ്റംസ് ആണ്. ബെഡ്ഷീറ്റ് വെച്ചതാണ്, ലെവലാവാൻ വേണ്ടി വെച്ചതാണ്. ഇനി അവിടെ സാധനം വരാനുണ്ട്. പിന്നെ എജിച്ചാൻ്റെ കുറച്ച് ഡ്രസ്സ് എടുത്തിന്. അപ്പോൾ ഡ്രസ്സ് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി. പിന്നെന്താ അച്ചാറുണ്ട്, പാഡുണ്ട്, എള്ളുണ്ടുണ്ട്. ആക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയില്ല. മിക്സറുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനെ വാങ്ങിയിട്ടേ ഉള്ളൂ. വാങ്ങിയതല്ല, എന്റെ അനിയത്തി കൊണ്ട് കൊടുത്തതാണ്. അല്ല
ഞാൻ വാങ്ങിയതാ. നീ വാങ്ങിയതുണ്ടോ? വാങ്ങിയതുണ്ട്. എന്റെ അനിയത്തിയും കൊണ്ട് കൊടുത്തിരുന്നു. ഞാൻ ചിപ്സ് എല്ലാം ഞാൻ വാങ്ങിയതാ. പിന്നെ ബേക്കറി ഞാൻ നാളെ വന്നിന്. അപ്പോൾ കുറച്ച് കൊണ്ടുവന്നിന്. അപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ടില്ല. നമ്മൾ അവിടെ പോയിട്ട് തന്നെ എന്തായാലും പൊട്ടിച്ചാൽ എന്തായാലും തീരൂല. അപ്പോൾ പിന്നെ അടുപ്പിച്ച് പൊട്ടിക്കാൻ വിചാരിച്ചു. പിന്നെ വേറെ ഒന്ന് എടുത്തെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് തിന്നാനാണ്. ഇവർ 6 ആളും കൊണ്ടല്ലേ പോകുന്നത്. നമുക്ക് അറിയാലോ, 6 ആൾ ഇവിടുന്ന് പോകുന്ന അനുഭവം ആയിരിക്കില്ല അടുത്തുമ്പോൾ. അപ്പോൾ അതിൻ്റെ പോകുന്ന ബ്ലോഗെല്ലാം ഞാൻ വേറെ തന്നെ ചെയ്യാട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്താണ് ഫുള്ള് ഇത് ഓ ആ നിന്റെ മക്കൾക്ക് വേറൊരു ഇതുണ്ട്. നീ ഇവിടുന്ന് തിന്നാൻ കൊണ്ടുപോയില്ലേ ട്രെയിൻ എയർപോർട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ കയറിയ വേണ്ടോ ഉമ്മ പെപ്സി ഉമ്മ ചിപ്സ്. ഇവർക്കറിയില്ല, ഇവര് വിചാരിക്കും യാത്രയിൽ തിന്നുന്നതല്ലേ. അപ്പൊ കീയാൻ വേണ്ടി കാത്തത് ഇവരെന്നെ ചങ്കഴുത്തിന് പൊട്ടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ മുൻകരുതൽ എടുത്തിരുന്നത്. ഇതിനകത്ത് മൊത്തം അവർക്ക് കഴിക്കാനുള്ള കുറച്ച് ലൈസും കാര്യങ്ങളും ജ്യൂസും അങ്ങനത്തെ എല്ലാം എടുത്തിന്. പിന്നെ പോകുമ്പോ കുട്ടിയമ്മളെ ഇപ്പൊ വാച്ചുട്ടി കണ്ടാ പിന്നെ അത് ഇപ്പൊ തന്നെ ഗോവിന്ദാക്കും. പോക്കുണ്ടാവൂല, പിന്നെ പോകാനുള്ള സംവിധാനം ഉണ്ടാവില്ല. അപ്പൊ ഇതിനുള്ളിൽ ചിപ്സും കുറച്ച് അങ്ങനത്തെ എല്ലാം എള്ളുണ്ട്, അങ്ങനത്തെ എല്ലാം എടുത്തിന്. അതെല്ലാം സാധനങ്ങൾ കാരണം പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ റിസ്ക് ആണ്. പിന്നെ ഫ്രണ്ടിൽ പമ്പേഴ്സും ഒരു 2-3 ടവലും കാര്യങ്ങളെല്ലാം എടുത്തിന്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് വെയിറ്റ് ഒരുപാട് കൊണ്ടുപോകും. നമ്മളെല്ലാവരും പോകുന്നില്ലേ. പക്ഷെ അത് നമ്മൾ ഒരുപാട് കാലത്തെ ഡ്രീം ആട്ടാം. ഉമ്മാക്ക് എന്താ പറയാ 6 ആളെ കൊണ്ടുപോകുന്നതായിട്ട് അന്ന് കൊണ്ടുപോയിട്ട് നിങ്ങളെ കുറെ പരാതി പറഞ്ഞിട്ടില്ലേ? അന്ന് എല്ലാരും കൊണ്ടുപോയിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പൊ 10 ദിവസത്തെ ലീവ് ഉള്ളത് കൊണ്ട് അസ്സലാമലൈക്കും ഇതൊക്കെ അങ്ങനൊന്നല്ല പോന്നെ. ഇത്ര അവസ്ഥ ഒരിക്കലും വന്നാ ഇവര് ഉറങ്ങുന്നില്ല. എന്താണ് അന്ന് പറഞ്ഞ മക്കളെ ഒന്നും കൊണ്ടുപോയിട്ടില്ലാന്ന് പറഞ്ഞു. അത് അന്ന് കൊണ്ടുപോകാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് കൊണ്ടുപോകാത്തെ. ഇന്ന് പിന്നെ 6 ആളെയും കൊണ്ടുപോയിട്ട് അവർക്ക് എന്റെ 6 ആളെയും കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാൻ. മൂത്ത മോള് തീരെ പറ്റില്ല. ഓള് മാത്രം ഫ്ലൈറ്റിൽ ഇതുവരെ കേറിയിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാരും ഫ്ലൈറ്റിൽ കയറിയാണ്. താല്പര്യമില്ല, എവിടെ പോകാനും വരാനൊന്നും ഒരു താല്പര്യമില്ല. ഇല്ല, ഉണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അതാണ് എല്ലാരും ഇപ്പൊ ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ഓക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയുന്നില്ല, അത്രേ ഉള്ളൂ. യൂട്യൂബ് എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ കണ്ടമാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ വിശേഷം അപ്പൊ നമ്മളെ വീട് വന്ന ശേഷം വീടിന്റെ കിച്ചണൊന്നും ആയിരിക്കും കണ്ടിട്ടുണ്ടാവില്ല. കിച്ചണെല്ലാം അലങ്കോലാണ്, എന്നാലും കുഴപ്പമില്ല. ഒറ്റിട്ടെല്ലാം വെച്ച് കിച്ചൺ ഇതാണ് നമ്മൾ ഈ പുതിയ വീട്ടിലെ കിച്ചണ്. കുറച്ചും കൂടി പണിയുണ്ട്. ഇപ്പൊ ഞാൻ ഇറങ്ങാൻ പോകുമ്പോ ശരിയാക്കാം. ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ വാഷിംഗ് മെഷീനും ഒരു ഹോള്. പിന്നെ ഇതാണ് മെയിൻ നമ്മളിവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെ കേട്ടോ. ബിരിയാണി ഉണ്ടാക്കല് വാച്ചിട്ടി ഇതേ. പിന്നെ ഇവിടെ പുറം, പിന്നെ പുറത്ത് തന്നെ അപ്പുറം തന്നെ വീടുണ്ട് കേട്ടോ. അപ്പുറത്തെ വീട് ഇവിടെ തുണിയെല്ലാം ഇട്ടിട്ടുണ്ട് മുറ്റത്ത്. നമ്മൾക്ക് അവരുതെല്ലാം ഒന്നിച്ചിടല്. പിന്നെ ഇവരെന്ന് വെച്ചുകഴിഞ്ഞാല് 2 മക്കളെ പോലെയാണ്. അതായത് അവളും ഇവളും. ഇപ്പൊ ഉച്ചക്ക് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോ അവര് വന്നിട്ട് പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിയത് ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പണിയല്ല. വീട്ടിൽ നിൽക്കുമ്പോ അവിടെ ഒരു പിന്നെ ഞാൻ പോയത് ഭയങ്കര ബേജാറിൽ പറയുന്നത് ഞാൻ കണ്ടില്ല വന്നേരം. ഇന്ന് ഷെമി വന്നിട്ട് പറയുന്നുണ്ട് അപ്പുറത്ത് നല്ല നീ മക്കള് പോവാണ്, എനിക്ക് എന്തോ മാതിരി ഉണ്ടാവും, നീ അതിനെക്കാണത് അവിടെ 2 മക്കളുണ്ട്. അവർക്ക് എന്താണെന്നൊന്നും അറിയുന്നില്ല. ഇനി ഇറങ്ങുമ്പോ എന്താ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയാൻ പറ്റൂല. അത്ര പിള്ളേർ ഭയങ്കര കമ്പനി. ഇവരെല്ലാം ചെറുതല്ല. ആടെയുള്ളത് 2 ചെറുതും ഇൻഷാന്റെ പ്രായവും ഒന്ന് ഉമ്മുട്ടി 2 ചെറുതാ. പിന്നെ ഇതൊരു സ്റ്റോർ റൂം ഒന്നും ഒരുക്കിയിട്ടൊന്നുമില്ല. അത്യാവശ്യം ഒന്നിങ്ങനെ ഒരുക്കി മോളിൽ നീച്ച കാണിച്ചെന്നു തോന്നുന്നു. അല്ലാ ഇവിടെ എന്താ പണിയെടുക്കുന്നേ? പാച്ചിട്ടി വൈകോട്ടെ അപ്പുറം പോ. കുറ്റക്കെട്ട് കഴിക്കെങ്കില മാമക്ക് അസ്സലാമലൈക്കും കൊടുത്തേ. വേണ്ട, നീ മാമക്ക് അസ്സലാമലൈക്കും കൊടുത്തേ. അപ്പൊ ഇതാണ് വിശേഷം. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ പിന്നെ ഇവിടെ മോളിൽ നിസ്കാർ റൂം, ഒരു ഹോള് അങ്ങനെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇത് ബെഡ്റൂം, ഇതൊരു ബെഡ്റൂം, ഇത് നെക്സ്റ്റ് ഇതൊരു ബാത്റൂം. ആ ബെഡ്റൂമിൽ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മമ്മിയുടെ റൂം. പിന്നെ ഇത് മക്കൾക്ക് ഞാൻ എല്ലാവരുടെ ഡ്രസ്സും ഇപ്പൊ 4:30 മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം. 4:30 ഒരു 5 മണിയാകുമ്പോൾ എന്തായാലും ഇറങ്ങേണ്ടി വരും. അപ്പൊ നമ്മളെന്താക്കി ഇതാ ഭയങ്കര ബ്ലോക്കാണ്. പോകുന്നിടത്തും വരുന്നിടത്തൊക്കെ എവിടെ പോകുമ്പോ ഭയങ്കര ബ്ലോക്കാണ്.
അതിനനുസരിച്ചിട്ട് എല്ലാവരും പുറത്തിറങ്ങുമ്പോ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും. ഭയങ്കര മംഗലാരത്ത് നമ്മൾ പോകുന്ന അവിടെ കുമ്പളയിൽ ഭയങ്കര ബ്ലോക്ക് ആവില്ല. അപ്പൊ ഇതിന് നത്താഷാന്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നത്. നത്താഷ അങ്ങനെ ഹാപ്പി കുറവൊന്നുമില്ല കേട്ടോ, ഹാപ്പിയാണ്. യൂണിഫോമെല്ലാം മടക്കി വെച്ച് കുറേ അലക്കാനുണ്ടായിരുന്നു, അതെല്ലാം മടക്കി വെച്ചിട്ടാ. അപ്പൊ ഇത് അതിൽ പെട്ടതാ. എന്താണ് പൊന്നെ എല്ലാവർക്കും ഇതുപോലെ നല്ല സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കാൻ നൽകട്ടെ. ഏതൊരു മനുഷ്യർക്കും അവനവന്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം തരണം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടമ. അതുകൊണ്ട് എത്ര വലിയ ആൾക്കാർക്കും എത്ര ചെറിയ ആൾക്കാർക്കും അതിന് ചെറിയാൾക്ക് ചെറിയ ബുദ്ധിമുട്ട്, വലിയാൾക്ക് വലിയ ബുദ്ധിമുട്ട്. പഠിപ്പും അറിവുള്ളവർക്ക് അത് അബൂജാഹിലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയ പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് വേറെ. അതുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും സന്തോഷം സമാധാനം നൽകട്ടെ. എല്ലാ മക്കളെ കൊണ്ട് അള്ളാഹു കയറി ചൊരിയട്ടെ. സ്വർഗ്ഗത്തിൽ വാങ്ങി തരുന്ന മക്കളെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രാർത്ഥന അത് മാത്രമാണ്. ഞാൻ എന്റെ മക്കളെ പാട്ടിലൊന്നും ഇറക്കാൻ എന്റെ മക്കളോട് പറയുന്നത്, നിങ്ങൾ പാട്ടിലും ഡാൻസിലൊന്നും ഇറക്കരുത്. നിങ്ങൾ ഇൽമുപരമായിട്ട് ദീനപരമായിട്ട് പഠിക്കാനുള്ളത് മാത്രമേ ഇറക്കാൻ പറ്റുന്ന 2 മക്കളും. അതുപോലെ മാഷാ അല്ലാഹ് എന്റെ 2 മക്കളും എന്റെ മക്കള് നല്ല അറിവോട് കൂടിയിട്ട് വളരുന്ന അള്ളാഹു മരണം വരെ എന്നെ സമ്മയ്ക്ക് ഇപ്പം തന്നെ ഇത് ആൾക്കളയിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിക്കാൻ എന്താ അപ്പം ആപ്പൂനുള്ള കെട്ട് വന്നിരിക്കുന്നു, ബീബി കൊണ്ടുവന്നിരിക്കുന്നു, അപ്പൊ ആരിപ്പാന്റെ കെട്ട് വന്നിരിക്കുന്നു. അപ്പൊ ബാക്കി എല്ലാരും ഫോണൊക്കെ ഞാൻ നോക്കണ അല്ല ഇതിന് പിന്നുള്ളു കയ്യിലൊക്കെ ഫോൺ നമ്മൾ യൂസ് ആക്കുന്ന ചാർജറാണ്. അപ്പം ഇത് ആപ്പൂനുള്ള കെട്ടാണ് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി സാധനം ഇനി നമുക്ക് ഇവിടെ സ്പേസിൽ തേങ്ങ മാത്രം വെക്കാനുണ്ട്. ബാക്കി ഏകദേശം എല്ലായി ഇതിനൊക്കെ ഇല്ല എന്തോ ഒരു ബുദ്ധിമുട്ടില്ല. എനിക്കതിനും സാധനം കൊണ്ടുപോവാ മാത്ര ഈ കൊണ്ട് കൈ ഇപ്പൊ എന്നെ വാങ്ങിച്ച കൈ 2 പേരോട്ടൊക്കെ ഒന്നിക്കുന്നുണ്ട്. അപ്പൊ ഈ ബ്ലോഗ് ഇവിടെ നിർത്താലും അടുത്തത് 2ാമത്തെ പാർട്ടായിട്ട് ഇടാം. കൂടിപ്പോയി അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തിട്ട് പാർട്ട് 2 വരുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.